വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI കേന്ദ്ര സർക്കാരിന്റെയും തൊഴിൽ വകുപ്പിന്റെയും അംഗീകാരമുള്ള 2 വർഷ കാലയളവിൽ NCVT കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. സിവിൽ ഡ്രാഫ്റ്റ്മാൻ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ തുടങ്ങിയ ട്രെയിനിങ്ങുകളിലേക്കും കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസുകളിലും പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിലും സ്വദേശത്തും വിദേശത്തും തൊഴിൽ ലഭിക്കാനും ഏറെ ഉപകാരപ്രദമായ NCVT സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കാം. എല്ലാ കോഴ്സുകളിലേക്കും പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കും. അഭ്യസ്ത വിദ്യരായ ആയിരക്കണക്കിന് പരിശീലകരെ നാടിന് സമ്മാനിച്ച കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI കല്ലേപ്പാടം പഴയന്നൂർ. ഫോൺ 9447373741 9400095147. പഴയന്നൂർ ഉമ്മൻചാണ്ടി വെൽഫെയർ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ അനുമോദിച്ചു. ഡോക്ടർ മരിയ ഉമ്മൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു, ഉമ്മൻചാണ്ടി സാറ് അസ്തമിച്ചതിന് ശേഷമാണ് ഉദിച്ചത്, അതിനുശേഷമാണ് അദ്ദേഹത്തെ ലോകം തിരിച്ചറിഞ്ഞത് എന്ന് പറഞ്ഞു. ഇവിടെ സാല അടിപൊളിയായിട്ട് വളരെ കൃത്യമായ രീതിയിൽ എന്നെ എൻ്റെ പിതാവിനെ പറഞ്ഞു. അതിനുള്ള നന്ദി അറിയിക്കുകയാണ്. കേരള സംസ്ഥാന കലോത്സവത്തിൽ കേരള തമിഴ് വിഭാഗത്തിൽ പങ്കെടുത്ത് 1ാം സ്ഥാനവും ഗ്രേഡും നേടി. കലാഭവൻ സിവിൽ ശ്രീയായി പെരുമ്പുഞ്ചേരിയുടെ കല്ലപ്പറമ്പ് പഴയന്നൂർ. കേരളോത്സവം കലാമത്സരങ്ങൾ മിമിക്രിയിൽ ജില്ലാതലത്തിൽ 1ാം സ്ഥാനം നേടി. പഴയന്നൂർ പഞ്ചായത്തിലെ SSLC +2 ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും കലാകായിക പ്രതിഭകൾക്കുമാണ് മെറിറ്റ് അവാർഡ് വിതരണം ചെയ്തത്. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T. നിർമ്മല അധ്യക്ഷയായിരുന്നു. സുനിൽകുമാർ അമ്പാടി, PA ഷാനവാസ്, PK മുരളീധരൻ, ശിവൻ വീട്ടിക്കുന്ന്, ശ്രീകുമാർ എളനാട്, TR സുഗു, C. വാസുദേവൻ, PK ബാലകൃഷ്ണൻ, U. അബ്ദുള്ള, ഹുസൈൻ പാറയ്ക്കൽ എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയക്കാരെ വിളിക്കുമ്പോൾ ആരും കോൾ എടുക്കാറില്ല. എന്നാൽ സഹായം തേടി വരുന്നവർക്ക് സഹായ ഹസ്തങ്ങളുമായി എത്തിച്ചേരുന്ന നേതാവ് ഉമ്മൻചാണ്ടി സർ. അതെ, അദ്ദേഹം കേവലം ഒരു രാഷ്ട്രീയ നേതാവായിരുന്നില്ല. ജനങ്ങളുടെ വീടുകളിലും ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്കും എത്തിച്ചേരുന്ന യഥാർത്ഥ സാമൂഹിക പ്രവർത്തകനായിരുന്നു. വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച 70ഓളം വ്യക്തികളെയാണ് ചടങ്ങിൽ വെച്ച് ആദരിച്ചത്. CCV ന്യൂസ്, പഴയന്നൂർ.